ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ ബറാഅത്ത് രാവിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇവിടെ ഒമാനിലൊക്കെ വ്യാഴാഴ്ചയായിരുന്നു ബറാഅത്ത് രാവ്, വെള്ളിയാഴ്ചയാണ് നോമ്പ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതിൽ മെയിനായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ബറാഅത്ത് രാവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ബറാഅത്ത് രാവിന് ചീരണിയായിട്ട് എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആദ്യം ഞാൻ എന്താ ഉണ്ടാക്കുക എന്നിങ്ങനെ കുറേ നേരം ആലോചിച്ചിരുന്നു. പിന്നെയാണ് ഇങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു പലഹാരത്തിൻ്റെ വീഡിയോ കണ്ടത്. പലഹാരം വേറൊന്നുമല്ല, നെയ്യപ്പമാണ്. ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു നെയ്യപ്പമാണ്. നിങ്ങൾക്കിത് അറിയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനതിൻ്റെ റെസിപ്പി ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ആദ്യം ഇതുണ്ടാക്കുമ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാനിത് ഇതുവരെ ഉണ്ടാക്കാത്തൊരു സാധനമാണ്. പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായിട്ടുണ്ടായിരുന്നു, അൽഹംദുലില്ലാ. ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ പച്ചരി കുതിർത്ത് അരച്ച് അങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാക്കുക. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 1 കപ്പ് അരിപ്പൊടി എടുക്കുക, 1/2 കപ്പ് മൈദ, പിന്നെ പാകത്തിന് ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് നമ്മൾ നേരത്തെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ശർക്കരപ്പാനി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ 150 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ട് ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. പിന്നെ 150 ഗ്രാം എന്നുള്ളത് കറക്റ്റ് മധുരമായിരുന്നു. ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് മധുരം നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ സുന്നത്ത് നോമ്പുണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ടെൻഷനിലാണ് ഈ ഒരു നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, ഇതൊന്ന് ഈ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിതാ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽക്കൊരു 2 ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ 1 നുള്ള് ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും ഇതിന്. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനം ഇതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ചേർത്തില്ലെങ്കിലും പെർഫെക്റ്റായിട്ട് കിട്ടും എന്നാണ് ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സൊക്കെ വായിച്ചപ്പോൾ കണ്ടത്. ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. എനിക്കതിനുള്ള ടൈമും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യാൻ പോവാണ്. പിന്നെ നെയ്യപ്പം ഉണ്ടാക്കാൻ എപ്പോഴും കുഴിഞ്ഞ പാത്രമാണല്ലോ നല്ലത്. എൻ്റെ കയ്യിൽ അങ്ങനത്തെ കുഴിഞ്ഞ പാത്രം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഫ്രൈ പാനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷേപ്പിനൊരു മിസ്റ്റേക്കൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പൊങ്ങി വരുന്നൊക്കെ ഉണ്ട്, എന്നാലും ശരിക്കും ആ ഒരു നെയ്യപ്പത്തിൻ്റെ ഒരു ഷേപ്പ് ആയി കിട്ടിയില്ല. പക്ഷേ ടേസ്റ്റിന് യാതൊരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള നെയ്യപ്പമായിരുന്നു. ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും ആ ഒരു യൂട്യൂബർക്കാണ്. ചാനലിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അടുത്തതായിട്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് നോമ്പുണ്ട് എന്ന്. അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഷെയ്ക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ സുന്നത്ത് നോമ്പ് നോക്കുന്ന ദിവസങ്ങളിലൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാറില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉണ്ടാവുള്ളൂ. മറ്റേ നോമ്പൊക്കെ എന്ന് വെച്ചാൽ ഹസ്ബൻഡും കൂടെ ഉണ്ടാവുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ തോന്നും. അങ്ങനെ ആദ്യം ഞാൻ വിചാരിച്ചത് ഷെയ്ക്ക് ആക്കാമെന്നായിരുന്നു. പിന്നെ എനിക്ക് തോന്നി കുറച്ച് പൊരി അവിലിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും, അവിൽ മിൽക്ക് പോലെ കഴിക്കാമല്ലോ എന്ന്. അങ്ങനെ അത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മൾക്ക് കഴിഞ്ഞ റമദാൻ മാസത്തിലൊക്കെ നോമ്പ് കടം വീടാനുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വീട്ടിൽ തീർക്കാൻ നോക്കുക. ഇനിയിപ്പോൾ റമദാൻ ആവാൻ കുറച്ച് ദിവസമല്ലേ ബാക്കിയുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കടങ്ങളുള്ള നോമ്പൊക്കെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തീർക്കണം.
ഇനി നിങ്ങൾക്ക് ഇനിയും നോമ്പ് കടം വീടാനുണ്ടെങ്കിൽ നമ്മൾ ഷഅബാൻ 15-ൻ്റെ അന്ന് നോമ്പെടുക്കുമല്ലോ. അപ്പോൾ നമുക്ക് 2 നെയ്യത്ത് വെച്ചിട്ട് നോമ്പെടുക്കാൻ പറ്റും. ഒന്ന് നമ്മൾ ബറാഅത്തിൻ്റെ നോമ്പ് നോക്കുന്നു എന്നുള്ളതും, രണ്ടാമത്തത് കഴിഞ്ഞ റമദാനിൽ കടം വീടാനുള്ള നോമ്പും നോറ്റ് വീട്ടുന്നു എന്നുള്ളതും കൂടി നെയ്യത്ത് വെക്കുകയാണെങ്കിൽ ഒരു നോമ്പിൻ്റെ കൂലിയും നമുക്ക് കിട്ടും, ഒരു നോമ്പ് നമുക്ക് കടം വീടാനുള്ളത് വീട്ടിൽ തീർക്കാനും പറ്റും. അങ്ങനെ ഇപ്പോൾ മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോമ്പ് തുറക്കുകയാണ്. നമ്മളെ നെയ്യപ്പം കാണാനൊരു ലുക്കില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബറാത്ത് രാവിലെ നമ്മളിതുപോലെ ചീരണി ഉണ്ടാക്കിയിട്ട് കഴിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് പ്രത്യേകം അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് പ്രതിഫലമുണ്ട്. അങ്ങനെ എൻ്റെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞു. ഇനി നിസ്കരിക്കാനും ഖുർആൻ ഓതാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോവുകയാണ്. പിന്നെ മഗ്‌രിബ് ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷമാണ് ബറാഅത്ത് രാവ് തുടങ്ങുന്നത്. അപ്പോൾ എന്താണ് ബറാഅത്ത് രാവ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എനിക്ക് ബറാഅത്ത് രാവിനെ കുറിച്ചിട്ട് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാണ്. നമ്മളെല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ആളുകളാണ് അല്ലേ? നമ്മൾ അള്ളാഹുവിനോട് 5 രാത്രികളിൽ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ദുആക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിക്കും. അതിൽ പെട്ട ഒരു രാത്രിയാണ് ഈ ബറാഅത്ത് രാവ് എന്ന് പറയുന്നത്. അത്രയും പരിശുദ്ധമാക്കപ്പെട്ടൊരു രാവാണ് ബറാഅത്ത് രാവ്. ബറാഅത്ത് രാവിൽ നമ്മൾ ചെയ്ത ഒരു വർഷത്തെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. അതേപോലെ തന്നെ അടുത്ത വർഷം ജനിക്കുന്നവരുടെയും മരിക്കുന്നവരുടെയും ഒക്കെ കണക്കെടുപ്പ് നടക്കുന്നതും, മനുഷ്യർ ചെയ്ത അമലുകളൊക്കെ ഉയർത്തപ്പെടുന്നതും, മനുഷ്യർക്കുള്ള ഭക്ഷണം ഭൂമിയിലേക്ക് ഇറക്കുന്നതും ഒക്കെ ഈ ഒരു രാത്രിയിലാണ്. അള്ളാഹുവിൻ്റെ വിധിയെ തീരുമാനിക്കുന്നൊരു രാത്രി കൂടിയിട്ടാണ് ഇത്. ബറാഅത്ത് രാവിലെ നമ്മൾ പ്രധാനമായിട്ടും ചൊല്ലേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയെന്നുള്ളതാണ് പറയുന്നത്. ആദ്യം നമ്മൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം 3 യാസീൻ ഓതണം. അത് എന്തിനൊക്കെയാണ് ഓതുന്നത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഒന്നാമത്തെ യാസീൻ ഓതിയിട്ട് നമ്മൾ ദുആ ചെയ്യേണ്ടത് നമുക്ക് ദീർഘായുസ് ഉണ്ടാവാനാണ്. ആരോഗ്യത്തോട് കൂടിയിട്ടുള്ള ദീർഘായുസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുക. അതേപോലെ തന്നെ ഏതൊരു ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മാരക രോഗങ്ങളെ തൊട്ടും ഒക്കെ രക്ഷിക്കാനായിട്ട് അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കുക. ഇനി രണ്ടാമത്തെ യാസീൻ ഓതിയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ബർക്കത്ത് ഉണ്ടാവാനും ഭക്ഷണ വിശാലതയ്ക്കും വേണ്ടിയിട്ടാണ് ദുആ ചെയ്യേണ്ടത്. പട്ടിണിയും ദാരിദ്ര്യവും തന്ന് പരീക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഇനി നമ്മൾ മൂന്നാമത്തെ യാസീന് ഓതിയിട്ട് ദുആ ചെയ്യേണ്ടത് നല്ല മരണം ലഭിക്കാൻ വേണ്ടിയിട്ട്, ഈമാനോട് കൂടി മരണപ്പെടാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മൾ അറിഞ്ഞും അറിയാണ്ടും ഒക്കെ ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹുവിനോട് പുറത്തു തരാൻ വേണ്ടിയിട്ടും ആത്മാർത്ഥമായിട്ട് തന്നെ ദുആ ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ 3 യാസീന് ഓതുന്നത്. നമ്മൾ ഓരോ യാസീൻ ഓതുമ്പോഴും പ്രത്യേകം നിയ്യത്ത് വെക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനി നമ്മൾ യാസീൻ ഓതിക്കഴിഞ്ഞാൽ സൂറത്തുൽ ദുഖാൻ ഒരു തവണ മുഴുവനായിട്ടും ഓതുക. അത് കഴിഞ്ഞിട്ട് യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മതിക അസ്തഈസ് എന്ന് പറഞ്ഞിട്ടുള്ള ദിക്ർ 100 തവണ ചൊല്ലുക. അതിൻ്റെ അർത്ഥം ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാത്തിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്നുള്ളത് നമ്മൾ 70 പ്രാവശ്യം ചൊല്ലുക. അത് കഴിഞ്ഞിട്ട് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ 100 തവണ ചൊല്ലുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നബി തങ്ങളെ പേരിൽ 100 സ്വലാത്ത് കൂടി ചൊല്ലുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബറാഅത്ത് രാവിലെ ചൊല്ലേണ്ടതായിട്ടുള്ളത്. ഇനി എല്ലാവരെയും ഡൗട്ടാണ് പീരിയഡ്സ് ടൈമിൽ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളത്. പീരിയഡ്സ് ടൈമിൽ നമുക്ക് ഖുർആൻ ഒഴികെ ബാക്കി എല്ലാ ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും അങ്ങനെ എല്ലാം നമുക്ക് ചൊല്ലാൻ പറ്റും. ഇപ്പോൾ ബറാഅത്ത് രാവിലെ യാസീന് മാത്രമേ പീരിയഡ്സ് ആയവർക്ക് ഓതാൻ പറ്റാത്തതുള്ളൂ. ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ദിക്റുകളും തസ്ബീഹും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലാൻ പറ്റും. എന്നിട്ട് അള്ളാഹുവിനോട് നന്നായി ദുആ ചെയ്യുക. പിന്നെ പീരിയഡ്സ് ആവുക എന്നുള്ളത് നമ്മളാരെയും കുറ്റം കൊണ്ട് വരുന്നതല്ലല്ലോ. അത് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള, സ്ത്രീകൾക്ക് പ്രത്യേകം തന്നിട്ടുള്ളൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പീരിയഡ്സ് ആയല്ലോ എന്ന് ആലോചിച്ചിട്ട് ആരും ടെൻഷനാവൊന്നും വേണ്ട. നമ്മൾ ചൊല്ലുന്നതിൻ്റെ ഒക്കെ പ്രതിഫലം അള്ളാഹു നമുക്ക് തരും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ബറാഅത്ത് രാവിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ദുആ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ദുആ ചെയ്യുക. നിങ്ങൾ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്താൻ മറക്കരുത്. എൻ്റെ ദുആയിൽ നിങ്ങളുണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്.
നമുക്കെല്ലാവർക്കും ഈ ഒരു ബറാഅത്ത് രാവിൽ അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കാനും നമ്മളെ ദുആക്കൊക്കെ അള്ളാഹു പെട്ടെന്ന് തന്നെ ഇജാബത്ത് നൽകാനും ഒക്കെ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ദുആ ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അള്ളാ ഞാനിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.